ജൂലൈ 11 ഈ ജവഹർ നവോദയ എന്ന ഈ ചെന്നിത്തലയിലുള്ള ഈ നവോദയ സ്കൂളിൽ ഇതുപോലെ ഒരു മരണമുണ്ടായിരുന്നു. അന്നും KSUവിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ KSUവിൻ്റെ സമര പരമ്പരകൾ ഈ ക്യാമ്പസിൽ അരങ്ങേറിയിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അന്നൊരു വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണം എന്താ എന്ന് ഞങ്ങൾ ചകഞ്ഞപ്പോൾ, വിദ്യാർത്ഥികളോട് സംവദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം, ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന രീതിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും സംവദിക്കുവാനോ ഒരു രീതിയിലും അവരുമായിട്ട് ബന്ധപ്പെടുവാനോ അവരെ മാനസികമായിട്ട് അവരുമായി ബന്ധപ്പെടുവാൻ തയ്യാറാവാത്ത അധ്യാപകരാണ് എന്ന്, അവരെ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് പറഞ്ഞത്. ഞങ്ങളിത് ഇവിടെ വന്ന് നിന്നുകൊണ്ട് പ്രിൻസിപ്പൽ അടക്കമുള്ള കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഞങ്ങളിത് പറഞ്ഞതാണ്. ഇവിടെ കുട്ടികൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, കുട്ടികൾ തലയിലേക്ക് പാഠപുസ്തകത്തിൻ്റെ ഭാരം ചുമന്നു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലം തൊട്ട് കിടക്കുന്ന ഇടം വരെ ഒരു വൃത്തിയില്ല, ഒരു വെടിപ്പില്ല എന്ന് ഞങ്ങൾ പറയുകയും അക്കമിട്ട് വീഡിയോയും ഫോട്ടോയും അടക്കം കാണിച്ചപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. കൂടാതെ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കുട്ടികൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുവാനുള്ള അവകാശം പോലും നൽകുന്നില്ല. അച്ഛനമ്മമാരോട് സംസാരിക്കാൻ മാത്രമല്ല, അവരോട് ഈ ക്യാമ്പസിൻ്റെ അകത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നം പറയുന്ന സമയത്ത് ഞങ്ങളെ വിലക്കിയിട്ട് ഞങ്ങൾക്ക് പണിഷ്മെന്റ് നടത്തിയിട്ട് ഈ വെയിലത്ത് ഇവിടെ നിർത്തുകയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ, ഞങ്ങൾ അതിനെതിരെ സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് ഇപ്പോഴത്തെ കളക്ടറാണ് പറഞ്ഞത്, ഇവിടുത്തെ പ്രിൻസിപ്പളാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാകും. ഒരു കളക്ടർ അല്ലേ, ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ മേധാവി, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നവോദയയുടെ ഹെഡായിട്ടുള്ള കളക്ടർ, അവരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് വളരെ സമാധാനപരമായി ഞങ്ങൾ പിരിഞ്ഞു പോയപ്പോഴും ഞങ്ങൾ മനസ്സിൽ നീറിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ അച്ഛനമ്മമാരുടെ കണ്ണുനീര്, അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ വേദനകൾ, ആ വേദനകളെയും ആ വിഷമങ്ങളെയും ഒക്കെ തന്നെ നെഞ്ചിൽ ഞങ്ങൾ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഇനി ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനൊരു അറുതി കാണുന്നത് വരെ ഞങ്ങളിവിടെ സമരം ചെയ്യുമെന്ന് പറയുന്നു. ഞങ്ങളിവിടെ പ്രതിഷേധ സമരമായിട്ട് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുകയാണ്, ഇതിനൊരു അറുതി വരണം. ഇവിടെ ആദ്യം ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ അതിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ, അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ, അതിനെതിരെ അധ്യാപകരും അനധ്യാപകരും പ്രിൻസിപ്പളും കളക്ടറുമൊക്കെ അതിനെതിരെ കൃത്യമായ രീതിയിൽ കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഇന്നും ഒരു വിദ്യാർത്ഥി മരിക്കത്തില്ല. ഞങ്ങൾ കണ്ട കാര്യം വളരെ വിഷമം തോന്നുന്നു. +1 പഠിക്കുന്ന ഒരു മകൻ, ആ കുട്ടി, അവർ അച്ഛൻ, എനിക്ക് തോന്നുന്നു എൻ്റെ പഞ്ചായത്തായ മാന്നാർ പഞ്ചായത്തിൽ പോലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഈ ക്യാമ്പസിൻ്റെ വരാന്തകളിലൂടെ നടന്നു വന്നപ്പോൾ അത് കണ്ട് ഏതൊരു മനുഷ്യനും, ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനും കണ്ണ് നിറഞ്ഞു പോകും, ചങ്ക് പൊട്ടിപ്പോകും. ഞങ്ങൾ ആ കണ്ണുനീര് കണ്ടിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ 11 മണി വരെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊരു അറുതി വരണം. ഇനി ഒരു കുട്ടി പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാൻ തയ്യാറല്ല ഞങ്ങൾ. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേവലം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടല്ല നിൽക്കുന്നത്. ഏതൊരു അച്ഛൻ്റെ അമ്മയുടെയും ഏതൊരു വിദ്യാർത്ഥിയുടെയും ആകുലതകളെ നമുക്ക് അതിനൊരു ശമനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് KSU ഇന്ന് ഈ സമരം നടത്തുന്നത്. തീർച്ചയായിട്ടും പറയുന്നു, ഇവിടുത്തെ അധ്യാപകരായ കെടുകാര്യസ്ഥതയാണ് ഇവിടെ നടക്കുന്നത്. അധ്യാപകരുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഞങ്ങൾ ഇന്നലെ കടന്നു ചെന്നപ്പോൾ ആ കുട്ടി മരണപ്പെട്ടത് ആ കുട്ടി താമസിക്കുന്ന മുറിയുടെ സൈഡിലുള്ള വസ്ത്രങ്ങൾ കഴുകാൻ കിടക്കുന്ന ആ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നാണ് ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മൾ അതുവഴി കടന്നു വരുമ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, സങ്കടം തോന്നും. നമ്മുടെയൊക്കെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതെന്ന്. ഈ കാണുന്ന മതിൽക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രേതാലയമാണ്. ഈ പ്രേതാലയം എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ കിടക്കുന്നിടത്ത് എങ്ങനെ അവർ കിടക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരു കോൺക്രീറ്റ് ചെയ്തൊരു മുറിയുടെ മുകളിൽ അവിടെ കൊണ്ടുവന്ന് ഒരു ബെഡ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുട്ടികളെ കിടത്തിയിട്ട് അവർക്ക് ബാത്റൂമിൽ പോകുന്ന എവിടാണ്? ഒരു അടച്ചുറപ്പില്ലാത്തൊരു മുറി 10-20 പേരെ ഒരുമിച്ച് കിടത്തുക. നമ്മളൊക്കെ പറയത്തില്ലേ, ഗൾഫ് നാടുകളിൽ പോയി കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ രീതിയിൽ ഇവിടുത്തെ കുട്ടികൾ +1 +2 പഠിക്കുന്ന ആ കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണ്ടേ പോയി പഠിക്കാൻ? അങ്ങനെ കിടക്കുന്ന കുട്ടികൾ ബാത്റൂമിൽ പോകുന്നത് പോലും ഒരു അടച്ചുറപ്പില്ലാത്ത ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തുറന്നു കിടക്കുന്ന മുറിയാ. ബാത്റൂമിൻ്റെ സ്മെല്ല് ആ മുറിയിലടിക്കുകയാണ്. അതുമാത്രമല്ല, കൈ കഴുകുന്നതിന് തൊട്ടപ്പുറത്ത് കൈ കഴുകുന്ന ടാപ്പിൻ്റെ അകത്ത് നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി ആ ഓസ് പൊട്ടിയിട്ട് അവിടെ എല്ലാം കൂടെ ആ മുറികളിലാകെ പരന്നു കിടക്കുക.
എന്ത് വൃത്തിഹീനമായ കാഴ്ച! നവോദയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നവോദയമുണ്ട്. ഇത് നവോദയല്ല. കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോഴൊക്കെ വലിയ രീതിയിൽ പറയുന്ന എഫ്സ്റ്റീം ഫയൽ ഉണ്ടല്ലോ, അതുപോലൊരു എഫ്സ്റ്റീം ഫയല് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ എഫ്സ്റ്റീം ഫയലിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ നവോദയ എന്ന് പ്രിയമുള്ളവരെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചങ്ക് പൊട്ടുന്ന കാര്യങ്ങളാണ്. ആ അച്ഛൻ്റെ അലമുറയിട്ട കരച്ചിൽ, കൂടെയുള്ള വിദ്യാർത്ഥികളെ കരച്ചിൽ, പേടിച്ച് വിറച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അധ്യാപകരെ ഞങ്ങൾ കണ്ടു. നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുമ്പോൾ, അങ്ങനെ കുട്ടികളെ പേടിപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറാകത്തില്ല. ഞങ്ങൾ അതിനെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഇവിടെ കേസ് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു ആത്മഹത്യയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ വിദ്യാർത്ഥികളുമായി അധ്യാപകർ സംവദിക്കാത്തതിൻ്റെ പേര് അവരുടെ മാനസിക പിരിമുറുക്കത്തിൻ്റെ ഒരു ഇര കൂടിയാണ് ഇവിടെ നടന്നത്. കാരണം മുൻപ് നടന്ന ഒരു മാനസിക പിരിമുറുക്കമുണ്ടായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൗൺസിലിംഗ് ഇവിടെ നടത്തണം, ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നടത്താമെന്ന് പറഞ്ഞ് പോയിരുന്ന മാനേജ്മെൻറ്റ് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ വന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഒരു മരണം കൂടെ ഉണ്ടായത്. ഇനിയും കുട്ടികളെ ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ പ്രിയമുള്ളവരെ സമ്മതിക്കരുത്. KSUവിൻ്റെ സമരം ഇതിൻ്റെ അവസാനം വരെ പോകും. അടി കൊണ്ടിട്ടാണെങ്കിലും ലാത്തിയുടെ ചോര വരിച്ചിട്ടാണെങ്കിലും പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതിനൊരു അറുതി വരുന്നത് വരെ ഈ സമരവുമായിട്ട് മുൻപോട്ട് പോകുവാനാണ് തീരുമാനം. പ്രിയമുള്ളവരെ, KSUവിൻ്റെ പേരിൽ പറയുകയാണ്, ഈ സമരത്തിന് നിരാഹാര സമരം എന്ന രീതിയിലോ ഇവിടെ കുത്തിരിപ്പ് സമരം എന്ന രീതിയിലോ KSU ആഹ്വാനപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇരിക്കുവാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇത് കേവലം ഒരു സമരമല്ല, മറിച്ച് ഇതൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ പേരിൽ ഈ മരിച്ചുപോയ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വികാരം തന്നെയാണ് ഞങ്ങൾ KSUക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം അവസാനിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളിതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിനോടൊപ്പം പ്രിയമുള്ളവർ എല്ലാവരും അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അഭിവാദ്യം അർപ്പിച്ച് നിർത്തുകയാണ്.